വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറും കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദുമാണ് ചേരുന്നത്. ആദ്യം തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ LDF യോഗം ഇന്ന് ചേരുകയാണ്. അത് വളരെ നിർണായകമാണ്. ഒപ്പം മുതിർന്ന നേതാവ് AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തെ ചൊല്ലിൽ CPIM-ൽ ഭിന്നത. ഇന്നലെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി AK ബാലനെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. അതിനു പിന്നാലെ തന്നെ സംസ്ഥാന സെക്രട്ടറി നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയായിരുന്നു അതെന്ന പേരിൽ വരുന്നു. ഷഫീദ്, അപ്പോൾ ആ രീതിയിൽ രണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. CPIM-ൽ തന്നെ ഈയൊരു വിവാദ പ്രസ്താവനയിൽ വലിയ രീതിയിലുള്ളൊരു ഭിന്നത രൂപപ്പെടുന്നുണ്ട്. പ്രവർത്തകർക്കിടയിലും ഈ ഭിന്നത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങൾ, അതിലും നമുക്കറിയാം ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്ന് CPIM പറയുമ്പോഴും CPI പറയുന്നുണ്ട് അത്തരം വികാരം ഉണ്ടായിരുന്നു. അപ്പം ഘടകകക്ഷികളുടെ ആ വിലയിരുത്തലുകൾ അതെല്ലാം ഇന്ന് പ്രധാനമാകും ഈ യോഗത്തിൽ. ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവനന്തപുരത്ത് നമുക്ക് രാഷ്ട്രീയ പ്രാധാന്യമുള്ള പല വാർത്തകളും പ്രതീക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവരുടെ ഇടതുമുന്നണി യോഗവും അതേപോലെ തന്നെ CPIയുടെ ഒരു യോഗവും ചേരുന്നത്. ഇടതുമുന്നണി യോഗത്തിൽ CPI എടുക്കുന്ന നിലപാടുകൾ അത് വളരെ നിർണായകമായും അതേപോലെ തന്നെ രാഷ്ട്രീയമായ വ്യാഖ്യാനങ്ങൾക്കും ഇടവയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ആദ്യം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരിക്കും ഇടതുമുന്നണി യോഗത്തിൽ പ്രധാനമായും നടക്കുക. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് CPIM-ഉം ഭരണവിരുദ്ധ വികാരമാണ് തിരിച്ചടിക്ക് കാരണമായതെന്ന് CPI-യും വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുന്നണി യോഗത്തിൽ CPI അക്കാര്യത്തിൽ വേണ്ട തിരുത്തലിനെ കുറിച്ച് സംസാരിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് ആകാംക്ഷയാണ്. രണ്ടാമത്തേത്, ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാക്കിയ ആഘാതം സംബന്ധിച്ച് മുന്നണിയിലെ പ്രധാന പാർട്ടികൾക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം മുന്നണി നേതൃത്വം പരാജയ കാരണമെന്തെന്ന് വിലയിരുത്തുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ പ്രാഥമിക ചർച്ചയും ഇന്നത്തെ ഇടതു മുന്നണി യോഗത്തിൽ നടക്കും. എന്തൊക്കെയാണ് സർക്കാർ ഇനി അവരുടെ ക്ലാസിക് കാര്യങ്ങളായി വെക്കേണ്ടത് നടക്കമുള്ള കാര്യങ്ങൾ അത് ഇന്നത്തെ മുന്നണി യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊന്ന്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. LDF ജാഥകളും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. LDF-ന്റെ വടക്കൻ മേഖലാ ജാഥയിൽ പാർട്ടി പ്രതിനിധിയായ രാജ്യസഭാംഗം PP സുനീറിനെ, മധ്യമേഖലാ ജാഥയിൽ P സന്തോഷ് കുമാർ MPയും നിയോഗിക്കാനാണ് CPI സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ധാരണ. ഇനി മറ്റൊന്ന്, രാഷ്ട്രീയമായി ഇപ്പോൾ ഉയരുന്ന ചർച്ചയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ആ ചർച്ചയ്ക്ക് മറ്റൊരു മാനം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ AK ബാലന്റെ വിവാദ പരാമർശം നമ്മൾ കേട്ടതാണ്. ആ വിവാദ പരാമർശത്തെ ചൊല്ലി CPIM-ൽ ഇപ്പോൾ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു. AK ബാലന്റെ പരാമർശത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചപ്പോൾ അതിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സ്വീകരിച്ചത്. തീർത്തും നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് AK ബാലൻ നടത്തിയതെന്നും പാർട്ടി അതിനെ തള്ളിക്കളയുന്നുവെന്നുമായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ MV ഗോവിന്ദന്റെ പ്രതികരണം. പഴയകാല അനുഭവത്തിൽ നിന്നാകാം AK ബാലൻ പ്രതികരിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. സ്വാഭാവികമായും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ ആ വിഷയത്തിൽ CPIM ഇനി എടുക്കാൻ പോകുന്ന തുടർ പ്രതിരോധം അത് രാഷ്ട്രീയമായി ചർച്ചയാകും. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. സ്മിത. ശരി, ഷഫീദ് റാവുത്തറാണ് ആ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഇനി മധ്യ കേരളത്തിലേക്കാണ്. അവിടെ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഇന്ന് മധ്യ കേരളത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തെല്ലാമാണ്? PV അൻവറുമായി ബന്ധപ്പെട്ടുള്ള ED നടപടികൾ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. PV അൻവറിനെ ഇന്നലെ 12 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു അന്വേഷണം. പ്രത്യേകിച്ച് KFC-യിൽ നടക്കം വായ്പയെടുത്ത് ആ വായ്പ തിരിച്ചടവ് മുടക്കി അത് വലിയ കുടിശ്ശികയാക്കി. അതിൽ ഇത്രയും വലിയ കുടിശ്ശികയായുള്ള കാരണം എന്താണ് നിങ്ങളുടെ വരുമാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ED ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ED PV അൻവറിനെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നിലവിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സ് ഇന്നുണ്ടാകും. ഒപ്പം മറ്റൊന്ന് ആന്റണി രാജുവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ആന്റണി രാജുവിന്റെ കുറ്റക്കാരനാണ്, തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം കോടതി വിധിക്കുകയും അദ്ദേഹത്തിന്റെ MLA സ്ഥാനമടക്കം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അദ്ദേഹം അഭിഭാഷകനായിരിക്കെയാണ് ഇത്തരത്തിലൊരു തൊണ്ടിമുതൽ കൃത്രിമത്വം അതിൽ നടത്തിയത്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ ബാർ കൗൺസിൽ നടപടിക്കൊരുങ്ങുകയാണ്. ആ നടപടി ആലോചിക്കുന്നതിന് വേണ്ടി, ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ബാർ കൗൺസിലിന്റെ അച്ചടക്ക സമിതി എറണാകുളത്ത് ചേരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് നോട്ടീസ് അയക്കും. അതിനൊരു തീരുമാനമുണ്ടാകും. വലിയ നാണക്കേട് ഈ വിഷയത്തിൽ ബാർ കൗൺസിലടക്കം ഉണ്ടായി എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. ഒരു അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും
ഉണ്ടാകാൻ പാടില്ലാത്ത വീഴ്ച ആന്റണി രാജുവിന്റെ ഭാഗത്തുണ്ടായി എന്നാണ് വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് അച്ചടക്ക നടപടിയിലേക്ക് നിലവിൽ ഇപ്പോൾ ബാർ കൗൺസിൽ തയ്യാറെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ കൂടത്തായി കേസുമായി ബന്ധപ്പെട്ട് ജോളി നൽകിയിട്ടൊരു ഹർജിയുണ്ട്. അതിന്റെ ഒരു വെബ് സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. അത് വിലക്കണമെന്നാവശ്യപ്പെട്ടാണ് ജോളി ഹർജി നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ഹൈക്കോടതിയിൽ നിന്നുണ്ടാകും. കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കൈക്കൂലി വാർത്തകൾക്കുള്ള ഫോളോ അപ്പുകൾക്കും സാധ്യതയുണ്ട്. സ്മിത. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട്ടേക്കാണ്. സമീർ സി മുഹമ്മദാണ് മലബാറിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. സമീർ, ഈ വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ്, അതിലുള്ള അപ്ഡേറ്റ്സ്, അതുൾപ്പെടെ നിരവധി വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പറയൂ. ഗുഡ് മോർണിംഗ് സ്മിത. മലബാറിൽ നിന്ന് ഇന്ന് നിരവധി വാർത്തകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത സ്മിത സൂചിപ്പിച്ചതുപോലെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടാണ്. അവിടെ എത്തിയ പ്രസവ ശസ്ത്രക്രിയക്ക് എത്തിയ യുവതിയുടെ ശരീരത്തിൽ നിന്നാണ് 2.5 മാസത്തിന് ശേഷം തുണിക്കഷ്ണം കണ്ടെത്തിയത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് 24 ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയിലാണ് മന്ത്രിമാരായിട്ടുള്ള OR കേളുവിൻ്റെയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെയും ഇടപെടൽ ഉണ്ടായത്. ആ വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ സംഘം ഇന്ന് വയനാട്ടിലെത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള തെളിവെടുപ്പ് ഇന്ന് ഉണ്ടാകും. പ്രധാനമായും അവിടെയുള്ള രേഖകൾ പരിശോധിക്കും. അതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള യുവതി പാണ്ടിക്കടവ് സ്വദേശി അവരുടെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം അവിടെയുള്ള ഡോക്ടേഴ്സ്, നഴ്സസ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. ഇവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും തുടർന്നുള്ള നടപടികൾ ഉണ്ടാവുക. ഈ പ്രസവ സമയത്ത് അവരുടെ ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ആ വേളയിലാണ് തുണി കുടുങ്ങിയത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഈ സംഭവത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഈ സംഘം നൽകുക. ആരോഗ്യ അസിസ്റ്റന്റ് ഡയറക്ടർ വീണ സോജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ എത്തുന്നതും വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നതും. ഒപ്പം തന്നെ ഈ യുവതിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തി ഈ റിപ്പോർട്ട് ഉടൻ തന്നെ ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും. തുടർന്നുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. 24 വാർത്തയാണ് ഈ സംഭവം ലോകത്തെ അറിയിച്ചത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അതോടൊപ്പം തന്നെയാണ് പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. CWC നടത്തിയിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ആ കൗൺസിലിങ്ങിനിടെയാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള പരാതികൾ കൂടുതൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 5 പരാതികളാണ് പുതുതായി ലഭിച്ചിരിക്കുന്നത്. അതിൽ അധ്യാപകനെതിരെ 5 പോക്സോ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നും കൗൺസിലിംഗ് നടക്കും. അധ്യാപകർക്ക് ഈ വിഷയത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തലാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. കഴിഞ്ഞ നവംബറിലായിരുന്നു ഈ സംഭവം ആദ്യം ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ഡിസംബറിൽ ഈ കുട്ടി സഹപാഠികളോട് കാര്യം പറയുകയും പിന്നീട് അത് രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും പക്ഷേ അധ്യാപകനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആ സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർക്ക് ഉൾപ്പെടെ ഈ വിഷയത്തിൽ കേസെടുക്കാനുള്ള നടപടികളും പോലീസ് ആലോചിച്ചു വരികയാണ്. കൗൺസിലിംഗിനിടെ ഇനിയും കൂടുതൽ പരാതികൾ വരുമോ എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇതോടൊപ്പം തന്നെയാണ് കോഴിക്കോട് DCCയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലറും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള KC ശോഭിതയുടെ പ്രതികരണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഫേസ്ബുക്കിൽ ശോഭിത ഒരു കുറിപ്പിടുകയും ആ പൊട്ടിത്തെറി പരസ്യമായി പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. പാറപ്പടിയിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസ് ആണ് മത്സരിച്ചത്. വിജയപ്രതീക്ഷയോടുകൂടി നിന്നെങ്കിലും വലിയ പരാജയമാണ് നിയാസിന് നേരിടേണ്ടി വന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ശോഭിതയുടെ ഭർത്താവിനായിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നത്. ആ അടിസ്ഥാനത്തിൽ നിയാസിന്റെ തോൽവി പരിശോധിക്കാൻ ഒരു സംഘത്തെ DCC പ്രസിഡന്റ് നിയോഗിച്ചിരുന്നു. 2 അംഗ സംഘം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു. ആ റിപ്പോർട്ട് ഇന്നലെ കൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു. ആ വേളയിലാണ് ശോഭിതയെയും ശോഭിതയുടെ ഭർത്താവിനെയും കുറ്റപ്പെടുത്തുന്ന വിധത്തിലാണ് ആ റിപ്പോർട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ശോഭിത ഇത്തരം ഒരു പ്രതികരണവുമായി വന്നിരിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് AICCക്കും KPCC പ്രസിഡന്റിനും പരാതി നൽകും എന്ന കാര്യം കൂടി ശോഭിത വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇനിയുള്ള ഈ മണിക്കൂറുകളിലൊക്കെ തന്നെ വരും. കൂടുതൽ നേതാക്കളുടെ പ്രതികരണവും ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സും ഇന്ന് മലബാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്മിത, പ്രധാനപ്പെട്ട നിരവധി രാഷ്ട്രീയ വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിയിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന് വിമർശനം. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. തോൽവിയുടെ പ്രധാന ഉത്തരവാദി ആര്യ രാജേന്ദ്രനാണ്. മേയറെ നയിക്കാൻ പാർട്ടി ഉണ്ടായില്ല. ഇതാണ് കുഴപ്പങ്ങൾക്ക് വഴിവെച്ചതെന്നും ചാലയിൽ നിന്നുള്ള അംഗം വിമർശിച്ചു. അതേസമയം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ പങ്കെടുത്തില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ റിപ്പോർട്ടിംഗിനായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിലാണ് ആര്യ രാജേന്ദ്രൻ പങ്കെടുക്കാതിരുന്നത്.
മറ്റൊരു റിപ്പോർട്ടിലേക്ക് കൂടത്തായി കൊലപാതക പരമ്പരയെ ആസ്പദമാക്കിയുള്ള വെബ് സീരീസിന്റെ റിലീസ് തടയണം എന്നാവശ്യപ്പെട്ട് പ്രതി ജോളി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. OTT പ്ലാറ്റ്ഫോമിലാണ് വെബ് സീരീസ് റിലീസ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ എതിർകക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ റിലീസ് വിലക്കാൻ കോടതി തയ്യാറായില്ല. എതിർകക്ഷികളുടെ വിശദീകരണം ഹൈക്കോടതിക്ക് മുൻപാകെ എത്തും. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിൽ ഇന്നും വാദം തുടരും. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വാദം കേൾക്കുക. ഇന്നലെ വാദം കേൾക്കുന്നതിനിടെ മൃഗസ്നേഹികളെ സുപ്രീംകോടതി പരിഹസിച്ചിരുന്നു. നായകളെ തെരുവിൽ നിന്ന് നീക്കം ചെയ്താൽ എലികളുടെ എണ്ണം കൂടുമെന്ന മൃഗസ്നേഹികളുടെ വിചിത്ര വാദത്തെയാണ് കോടതി പരിഹസിച്ചത്. നായ്ക്കളും പൂച്ചകളും ശത്രുക്കളായതിനാൽ കൂടുതൽ പൂച്ചകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു സുപ്രീംകോടതിയുടെ പരിഹാസം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിക്കെതിരെ ബംഗാളിൽ ഇന്ന് TMCയുടെ പ്രതിഷേധം. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാകും പ്രതിഷേധത്തിന് നേതൃത്വം നൽകുക. ഉച്ചയ്ക്ക് 2 മണിക്ക് ജാദവ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ റാലി ഭവാനിപൂരിൽ സമാപിക്കും. രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനം ഐപാക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരെയാണ് പ്രതിഷേധം. പരിശോധന തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ED കൽക്കട്ട ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷ ഇന്ന് പരിഗണിക്കും. EDയുടെ നടപടിക്കെതിരെ ഐപാക്കും TMCയും കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. EDയുടെ പരിശോധനയ്ക്ക് പിന്നിൽ BJP എന്നാണ് TMCയുടെ ആരോപണം. ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയും EDക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ കേരള നേതാക്കളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളും ഇന്ന് പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിലെ കെജ്രിവാളിന്റെ വസതിയിലായിരിക്കും കൂടിക്കാഴ്ച. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ തേടും. പാർട്ടി ദേശീയ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിൽ എത്തണമെന്നാവശ്യപ്പെടും. പ്രകടന പത്രിക ദേശീയ തലത്തിൽ പുറത്തിറക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആഗ്രഹം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം മുൻനിർത്തിയാകും ആവശ്യപ്പെടുക. ആം ആദ്മി പാർട്ടി കേരള അധ്യക്ഷൻ വിനോദ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള നേതാക്കളാണ് ഡൽഹിയിലുള്ളത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ 500% വരെ പിഴ തീരുവ ചുമത്താൻ ലക്ഷ്യമിടുന്ന ബില്ല് അടുത്തയാഴ്ച അമേരിക്കൻ സെനറ്റിൽ അവതരിപ്പിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ബില്ലിന് അവതരണാനുമതി നൽകിയതായി റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം സമൂഹ മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. റഷ്യയിൽ നിന്നും യുറേനിയം വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേലും ഉപരോധമുണ്ടാകുമെന്ന് ബില്ലിൽ നിർദ്ദേശമുണ്ട്. ചൈന, ഇന്ത്യ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ല്. ഗ്രീൻലൻഡിനെ അമേരിക്കയിലേക്ക് കൂട്ടിച്ചേർക്കാൻ പ്രേരിപ്പിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം പണം നൽകാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഗ്രീൻലൻഡിലെ ജനതയ്ക്ക് $10,000 മുതൽ $1 ലക്ഷം വരെ ഒറ്റത്തവണ പേയ്മെന്റായി നൽകാനാണ് നീക്കം. മൊത്തം 57,000 പേരാണ് ഗ്രീൻലൻഡിലുള്ളത്. ഗ്രീൻലൻഡിനെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്നും അമേരിക്കൻ നടപടിയെ പ്രതിരോധിക്കുമെന്നും ഗ്രീൻലൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫ്രെഡറിക് നീൽസൺ വ്യക്തമാക്കി. അമേരിക്ക ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ സൈനികമായി നേരിടുമെന്ന് ഡെൻമാർക്ക് പ്രതിരോധ മന്ത്രാലയം. അമേരിക്കയുടെ സുരക്ഷയ്ക്കും യൂറോപ്പിന്റെ സുരക്ഷയ്ക്കും ഡെൻമാർക്ക് അമേരിക്കയ്ക്ക് കൈമാറണം എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45ആയി. കൊല്ലപ്പെട്ടവരിൽ 8 കുട്ടികളും 6 സുരക്ഷാ സേനക്കാരും ഉൾപ്പെടുന്നു. 2260 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രക്ഷോഭം ഇറാന്റെ 31 പ്രവിശ്യകളിലെ 100-ലേറെ നഗരങ്ങളിലേക്കും വ്യാപിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനെറ്റും ഫോൺ സേവനങ്ങളും ഇന്നലെ വിച്ഛേദിക്കപ്പെട്ടു. ടാബ്രിസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവെച്ചതായും റിപ്പോർട്ടുകൾ. പ്രക്ഷോഭകരെ ഇറാൻ കൊലപ്പെടുത്തുന്ന പക്ഷം ഇറാൻ ഭരണകൂടത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാൻ ആക്രമണം അമേരിക്ക പദ്ധതിയിടുന്നതായി സൂചനകളുണ്ട്. ബ്രിട്ടനിലെ വ്യോമത്താവളങ്ങളിലേക്ക് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എത്തിയെന്ന് റിപ്പോർട്ടുകൾ. ഇതിനിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് അന്ത്യം കുറിക്കാനായി ജനങ്ങൾ തെരുവിലിറങ്ങണമെന്ന് മുൻ ഇറാൻ പ്രസിഡന്റിന്റെ മകൻ റേസ പഹ്ലവി സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഇറാനിൽ നിന്നും പുതിയ നേതൃത്വം ഉദയം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിൽ പണപ്പെരുപ്പവും കറൻസി തകർച്ചയുമാണ് സർക്കാർ വിരുദ്ധ കലാപങ്ങൾക്ക് ഇടയാക്കിയത്. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ-പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ ഇന്നലെ 1 ലക്ഷത്തോളം ഭക്തർ മല ചവിട്ടി. ഇന്ന് രാവിലെയും അയ്യപ്പ ദർശനത്തിനായി നിരവധി ഭക്തർ കാത്തുനിൽക്കുന്നുണ്ട്. പമ്പയിലും നിലയ്ക്കലിലും പോലീസിന്റെ നിയന്ത്രണങ്ങൾ തുടരുന്നു. മകരവിളക്ക് പ്രമാണിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്തരെ നിയന്ത്രിച്ചു മാത്രമേ സന്നിധാനത്തേക്ക് കയറ്റിവിടൂ. ദർശനം നടത്തിക്കഴിഞ്ഞാൽ
ഉടൻ തന്നെ മലയിറങ്ങണം എന്നാണ് പോലീസിന്റെ നിർദ്ദേശം. 12-ാം തീയതിയാണ് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്നത്. 14-ന് വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്തെത്തും. 14-ാം തീയതിയാണ് മകരവിളക്ക്. എഴുത്തുകാരനും രാഷ്ട്രീയ നേതാവുമായ ഡോക്ടർ ശശി തരൂർ MP-യെ എല്ലാവർക്കും അറിയാം. എന്നാൽ അരങ്ങിൽ നാടക നടനായി എത്തിയ നിമിഷം നിയമസഭാ പുസ്തകോത്സവത്തിൽ വിവരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ. അന്ന് തന്റെ നായികയായ ആളെയും തരൂർ പരിചയപ്പെടുത്തി. ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പഠനകാലം. നാടകം ഷേക്സ്പിയറിന്റെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ആന്റണിയായി സാക്ഷാൽ ശശി തരൂർ, ക്ലിയോപാട്രയായി മീര നായർ. സംവിധായികയും നടിയുമായുമെല്ലാം പ്രശസ്തിയായ ന്യൂയോർക്ക് മേയർ മംദാനിയുടെ മാതാവ്. ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അധികം ആർക്കും അറിയാത്തൊരു അതിലെ ആന്റണിയാണ് നമ്മളെ കൂടെ ഇരിക്കുന്നത്. ക്ലിയോപാട്ര ആരാണെന്ന് അദ്ദേഹം തന്നെ പറയും. മീര നായരായിരുന്നു. പ്രസിദ്ധപ്പെട്ട സിനിമ ഡയറക്ടറായി മാറി വന്നു, ആക്ട്രസ് ആയില്ല. പക്ഷെ ആ കാലത്ത് നല്ല എലിസബത്ത് ടൈലറിൻ്റെ മുഖം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ക്ലിയോപാട്രയ്ക്ക് വേണ്ടിയിട്ട് മീര നായർ അതുപോലൊരു മുഖമായിരുന്നു 18 വയസ്സിൽ. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ആ കാലത്തൊരു പുരുഷന്മാരുടെ കോളേജ് മാത്രമായിരുന്നു. അപ്പോൾ മഹിളകളെ ഞങ്ങൾ അടുത്ത മിറാൻഡ ഹൗസ് കോളേജിൽ നിന്നാണ് ബോറോ ചെയ്യുക. അപ്പോൾ മിറാൻഡ ഹൗസിൽ പഠിക്കുന്ന മീര നായരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അതുപോലെ മിറാൻഡ ഹൗസിൻ്റെ നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റീഫേനിയനായിട്ട്. അവർക്കും പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലാണ് മീര നായർ വന്നിട്ട് എൻ്റെ ക്ലിയോപാട്ര ആയത് സെൻറ്റ് സ്റ്റീഫൻസ്. കോളേജ് കാലഘട്ടത്തിൽ മാത്രമല്ല, UN-ലെത്തിയ ശേഷവും തരൂർ ഒരു നാടകത്തിൽ അഭിനയിച്ചു. നോവലും ലേഖനങ്ങൾക്കുമൊപ്പം കവിതകളും തരൂർ എഴുതിയിട്ടുണ്ടെന്ന് മോഡറേറ്റർ NE സുധീർ ഓർമ്മിപ്പിച്ചു. പിന്നാലെ തരൂരിന്റെ കവിതയും എത്തി. കവിതയുടെ പേര് ഹൗ ടു സ്ലീപ്പ് അറ്റ് നൈറ്റ്. ട്രൈ ടു തിങ്ക് ഓഫ് നത്തിങ്. ദാറ്റ്സ് ദ സീക്രറ്റ്. ട്രൈ ടു തിങ്ക് ഓഫ് നത്തിങ്. ഡു നോട്ട് തിങ്ക് ഓഫ് വർക്ക് നോട്ട് ഡൺ, of promises unkept, calls to return, or agendas you have failed to prepare for meetings yet unheld. വാക്കാൽ താണ്ടിയ ദൂരങ്ങൾ എന്ന സെഷനിലാണ് ശശി തരൂർ തന്റെ അപൂർവ അനുഭവങ്ങൾ പങ്കുവച്ചത്. 24 തിരുവനന്തപുരം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന വ്യാപകമായി ക്വാറി ഉടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ക്വാറികളിൽ നിന്ന് നിയമവിരുദ്ധമായി പിഴ ഈടാക്കി ഇതര സംസ്ഥാന ലോബികളെ സർക്കാർ സഹായിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ഈ മാസം 26 മുതൽ ക്വാറികളും ക്രഷറുകളും പ്രവർത്തനം നിർത്തും. സംസ്ഥാനത്ത് ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് കടുത്ത ക്ഷാമം നേരിടുന്നതിനിടെയാണ് ക്വാറികളും ക്രഷറുകളും അടച്ചിടാൻ ഉടമകൾ തീരുമാനിച്ചത്. ലൈസൻസ് പുതുക്കി കിട്ടുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കാരണമെന്ന് ഉടമകൾ പറയുന്നു. ഒരു വർഷം മുൻപ് സംസ്ഥാനത്ത് 700-ലധികം ക്വാറികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 100-ൽ താഴെ ക്വാറികൾ മാത്രം. ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം കാരണം വില കുത്തനെ ഉയരുകയാണ്. ഒരു ക്യൂബിക് എംസാൻഡിന് 45 നിന്ന് 65 രൂപയായി ഉയർന്നു. മെറ്റലിനും കല്ലിനും വില വർദ്ധിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അന്യായമായി പിഴ ഈടാക്കുകയാണെന്ന് ക്വാറി ഉടമകൾ ആരോപിക്കുന്നു. കേരളത്തിലെ കോറി കൃഷി വ്യവസായികളെ മാത്രമല്ല, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും സംഘടനകളെയും മുഴുവൻ ആളുകളെയും ഈ സർക്കാർ, ഈ വ്യവസായ വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും കബളിപ്പിച്ചു. അതിൽ ഞങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ഈ നയത്തിനെതിരെ ശക്തമായ സമരം 26-ാം തീയതി മുതൽ ഈ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി, മുഴുവൻ ആളുകളെയും സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി 16-ാം തീയതി എറണാകുളത്ത് യോഗം ചേർന്ന് മറ്റ് സമരമാർഗങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആവിഷ്കരിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സമരം ശക്തമായാൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ ഉൾപ്പെടെ തടസ്സപ്പെടും. വീട്, മറ്റ് കെട്ടിട നിർമ്മാണങ്ങൾ എന്നിവയെയും പ്രതികൂലമായി ബാധിക്കും. 24 കോഴിക്കോട്. ഓൺലൈൻ തട്ടിപ്പ് കേസ് ഒതുക്കാനെന്ന വ്യാജേന യുവാക്കളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ വിശദമായ അന്വേഷണത്തിന് പോലീസും വിജിലൻസും. 6,60,000 രൂപ കൈക്കൂലി വാങ്ങിയ കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥരെ റൂറൽ SP സസ്പെൻഡ് ചെയ്തിരുന്നു. ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസിൽ പ്രതി ചേർക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പണം വാങ്ങിയത്. നോട്ടീസ് നൽകാനെത്തിയ ഗുജറാത്ത് പോലീസും പണം കൈപ്പറ്റിയെന്ന ആക്ഷേപമുണ്ട്. വിജിലൻസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ആധാർ ഔദ്യോഗിക ലോഗോ പുറത്തിറക്കി. ഉദയ് എന്നാണ് ലോഗോയുടെ പേര്. തൃശൂർ ചാലക്കുടി സ്വദേശി അരുൺ ഗോകുലാണ് ലോഗോ ഡിസൈൻ ചെയ്തത്. 875 മത്സരാർത്ഥികളിൽ നിന്നാണ് അരുണിനെ വിജയിയായി തെരഞ്ഞെടുത്തത്. ആധാറിന്റെ ഔദ്യോഗിക ലോഗോയായി തന്റെ ഡിസൈൻ തെരഞ്ഞെടുത്തതിൽ അരുൺ ഗോകുൽ 24-മായി സന്തോഷം പങ്കുവച്ചു. സുഹൃത്ത് പറഞ്ഞതറിഞ്ഞ് അവസാന ദിവസമാണ് അരുൺ ലോഗോ തയ്യാറാക്കി അയച്ചത്.
ഫ്രണ്ട് ഒരു ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അയച്ചുതരാ ചെയ്തത്. അതാണ് ഒരു സ്പെസിഫിക്കേഷനിലാക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ ലാസ്റ്റ് മൊമെന്റിലാണ് അവന്റെ ഡിസൈൻ ഞാൻ കൊടുത്തു. അതിന്റെ കൂടെയാണ് ഞാൻ എന്റെ പെട്ടെന്ന് ഡിസൈൻ ഇട്ടിട്ട് ആ ലിങ്കിൽ കയറി വേറെ ഡിസൈൻ ഞാൻ ചെയ്തിട്ടാണ് ആ സഡൻ മൊമെന്റിൽ ഞാൻ ചെയ്തത്. പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ഒരാൾ കൈവീശി ചിരിച്ചിങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു ഫ്ലാഗും കരുത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഡിസൈൻ. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് പ്രൈസ് കിട്ടുന്ന അതിനൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല. വളരെ ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. ഒരു അപകടത്തിന്റെ വാർത്തയാണ്. തൃശൂർ കുന്നംകുളത്ത് ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാവിലക്കാട് സ്വദേശികളായ പ്രണവ്, ജിഷ്ണു എന്നിവരാണ് മരിച്ചത്. സൂരജ് സജ്ജയാണ് ചേരുന്നത് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഇത് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് അപകടത്തിന് കാരണം? സ്മിത, ഇന്ന് പുലർച്ചെ 2:30 ഈ വാഹനാപകടം ഉണ്ടായത്. കുന്നംകുളം കണിയാമ്പലിൽ ഈ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരികയായിരുന്ന യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത്. അങ്ങനെയാണ് കാവിലക്കാട് കൂളിയാട്ടിൽ പ്രണവ് 26 വയസ്സ്, അതോടൊപ്പം തന്നെ മമ്പറമ്പിൽ 27 വയസ്സുള്ള ജിഷ്ണു എന്നിവർക്ക് ജീവൻ നഷ്ടമായത്. കാണിപ്പയ്യൂരിൽ നിന്നും ഇവർ ചായ കുടിച്ച് ബൈക്കിൽ വരികയായിരുന്നു. കണിയാമ്പങ്കൽ മറ്റേ പനങ്ങാടി ഇറക്കത്തിൽ വെച്ച് ഈ ബൈക്ക് നിയന്ത്രണം വിടുകയും ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്കൊപ്പം മറ്റൊരു ബൈക്ക് കൂടി, അതായത് ഇവരോടൊപ്പം തന്നെ മറ്റൊരു ബൈക്ക് പുറകിലുണ്ടായിരുന്നു. അവരെ കാണാത്തതിനെ തുടർന്ന് ഈ ഒപ്പം ഉണ്ടായിരുന്നവർ തിരിച്ചെത്തി നോക്കുമ്പോഴാണ് ഈ അപകടം അറിയുന്നത്. എന്തായാലും ഇരുവരെയും തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരസ്മിത. ശരി, സൂരജ് സജിയാണ് ഈ ദുഃഖവാർത്ത നമുക്ക് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് തൃശ്ശൂരിൽ നിന്ന്. ഒരാഴ്ച പിന്നിട്ടിട്ടും വൈദ്യുതി എത്താതെ മോട്ടോർ വാഹന വകുപ്പ് പാലക്കാട് ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസ്. മൊബൈൽ വെളിച്ചത്തിലാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. ബില്ല് കുടിശ്ശികയായതോടെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചു. ഇതിനു പിന്നാലെയാണ് ഈ പ്രതിസന്ധി. 2 മാസത്തെ ബില്ല് കുടിശ്ശികയായതോടുകൂടി ജനുവരി 2-നാണ് KSEB വന്ന് ഈ ഓഫീസിലെ ഫ്യൂസ് വരുന്നത്. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു, ഇതുവരെയും തുടർ നടപടികളൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ഈ ജീവനക്കാർ പണിയെടുക്കുന്നത് മൊബൈൽ വെട്ടത്തിലാണ്. ഇനി ഇത് എത്ര നാൾ ഇങ്ങനെ തുടരേണ്ടി വരും എന്നതാണ് ഉയരുന്ന ചോദ്യം. ഫ്യൂസ് ഊരാൻ KSEBക്കും ബില്ലടയ്ക്കാത്തതിൽ മോട്ടോർ വാഹന വകുപ്പിനും വിശദീകരണമുണ്ട്. നവംബർ മാസം ബില്ല് കുടിശ്ശികയായപ്പോൾ തന്നെ KSEB അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഡിസംബർ മാസത്തെ ബില്ലും കുടിശ്ശികയായി ആകെ അടയ്ക്കേണ്ട തുക 6 ലക്ഷം കടന്നതോടെ KSEB ഉദ്യോഗസ്ഥരെത്തി മുന്നറിയിപ്പും ഔദ്യോഗികമായി നോട്ടീസും നൽകി. പക്ഷേ ബില്ലടയ്ക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഫ്യൂസ് ഊരിയതെന്നാണ് KSEBയുടെ വിശദീകരണം. നേരത്തെ ഓഫീസ് മെയിൻ്റനൻസ് ചുമതലയുള്ള കെൽട്രോൺ അടച്ചിരുന്ന വൈദ്യുതി ബിൽ കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി. ആദ്യ മാസങ്ങളിൽ ധനകാര്യ വകുപ്പിന് കൈമാറിയിരുന്ന ബിൽ കൃത്യമായി അടച്ചിരുന്നെങ്കിലും നവംബർ മുതൽ കുടിശ്ശികയായി. പോയ മാസവും ട്രാൻസ്പോർട്ട് കമ്മീഷൻ മുഖേന ഫിനാൻസ് വിഭാഗത്തിൽ ബിൽ കൈമാറിയെങ്കിലും തുക കൈമാറിയിട്ടില്ലെന്നാണ് RTOയുടെ വിശദീകരണം. ഇതോടെ ജില്ലയിലെ 6 താലൂക്കുകളിലായി സ്ഥാപിച്ച 47 AI ക്യാമറകളുടെ നിരീക്ഷണ സംവിധാനവും സ്തംഭിച്ചു. ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണ്. 24 പാലക്കാട്. UAE-യുമായി സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിൽ ഒപ്പുവെക്കാൻ ഫിലിപ്പീൻസ്. തിങ്കളാഴ്ച ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർണാൻഡ് മാർക്കോസ് ജൂനിയർ UAE-യിലെത്തും. മിഡിൽ ഈസ്റ്റ് രാജ്യവുമായുള്ള ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഫിലിപ്പീൻസിന്റെ ലക്ഷ്യം. ഫിലിപ്പീൻസുമായി സമഗ്ര സാമ്പത്തിക സഹകരണ കരാറിൽ ഏർപ്പെടാമെന്ന് നേരത്തെ തന്നെ UAE തീരുമാനിച്ചിരുന്നു. ഊർജ്ജ മേഖലയിലും പാരിസ്ഥിതിക വിഷയങ്ങളിലും തുടങ്ങി AI-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ വർഷങ്ങളായി മികച്ച സഹകരണമാണ്. സെപ കരാറിൽ ഏർപ്പെടുന്നതോടെ കൂടുതൽ മേഖലകളിലേക്ക് സഹകരണം വ്യാപിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹിയാൻ ക്ഷണിച്ചതിനു പിന്നാലെയാണ് പുതുവർഷത്തെ തന്റെ ആദ്യ ഔദ്യോഗിക സന്ദർശനം ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ UAE-യിലേക്കാക്കിയത്. ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യവുമായി ആദ്യമായാണ് ഫിലിപ്പീൻസ് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത്. ഫെർഡിനാൻഡ് മാർക്കോസ് തിങ്കളാഴ്ച UAE-യിലെത്തും. പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള കരാറും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കും. വിവിധ ടെക്നോളജികളുടെ കൈമാറ്റമാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. അബുദാബി സസ്റ്റൈനബിലിറ്റി വീക്കിലും ഫിലിപ്പീൻസ് പ്രസിഡന്റ് പങ്കെടുക്കും. GCC രാജ്യങ്ങളിൽ UAE-യാണ് ഫിലിപ്പീൻസിന്റെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.